ആസ്പിരൻസ്, നമ്മുടെ IBPS RRB POയുടെ എക്സാമിന്റെ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് എക്സാംസ് എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്ക് QAയും റീസണിംഗ് നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയോ, എന്താണ് നമ്മളുടെ ആസ്പിരൻസിന് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം ഈസി ആയിരുന്നു. എത്ര അറ്റംപ്റ്റ് പോയി? 64. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. എത്ര അറ്റംപ്റ്റ് പോയി? ഇതിപ്പം കുറച്ച് റീസണിംഗ് ഒക്കെ കുറച്ച് ടഫായിട്ട് തോന്നി. റീസണിംഗ് ടഫായിരുന്നോ? അത്ര ടഫല്ല, മീൻസ് ഓക്കെ ആണ്, ബട്ട് കൂടുതൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് കുറച്ച് ടഫായിട്ട് തോന്നിയത്. 20 മിനിറ്റിൽ ചെയ്യാൻ പറ്റിയോ? ഇല്ല, കുറച്ച് ചെയ്യാൻ പറ്റിയല്ലോ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 മിനിറ്റ്സിൽ ബുദ്ധിമുട്ട് തോന്നിയോ? അതോ ബുദ്ധിമുട്ട് തോന്നില്ല, ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ടൈമിന്റെ എത്ര അറ്റംപ്റ്റ് എത്ര എഴുതാൻ പറ്റും? ക്വാണ്ടിറ്റേറ്റീവ് 24. റീസണിംഗിന്റെ 5 മിനിറ്റ് കൂടുതൽ കിട്ടിയപ്പോ നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? അതോ റീസണിംഗ് നന്നായി ചെയ്യാൻ പറ്റി, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിനാണ് കുറച്ചുകൂടി ടൈം വേണം തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ക്ലർക്ക് നന്നായിട്ട് എഴുതാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ചെറുതായിട്ട്. റീസണിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്യാൻ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, പക്ഷെ അധികം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അറ്റംപ്റ്റ് ചെയ്ത ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണോ റീസണിംഗ് ആണോ? ക്വാണ്ടിറ്റേറ്റീവ്. മറ്റേ റീസണിംഗ് എളുപ്പമുണ്ടായിരുന്നു. റീസണിംഗ് എളുപ്പമായിരുന്നു. ഓക്കെ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഏത് സെക്ഷനാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? സെഷൻ DA കുറച്ചൊരു രണ്ടാമത്തെ DA കുറച്ച് ടഫായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആദ്യമായിട്ട് എഴുതുവാണോ അതോ നേരത്തെ എഴുതിയിട്ടുണ്ട്? QA ആയിരുന്നോ ബുദ്ധിമുട്ട്, റീസണിംഗ് ആയിരുന്നോ? റീസണിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നോ? ഏത് സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ആദ്യമായിട്ട് എഴുതുവാണോ അതോ? ആദ്യമായിട്ട് എഴുതാണ്. QAയും റീസണിംഗും ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് എഴുതാൻ? ടോട്ടൽ 30 എഴുതിയിട്ടുള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. QA എങ്ങനെ ഉണ്ടായിരുന്നു? മോഡറേറ്റ് ആണ്. ഓക്കെ. എത്ര എണ്ണം ചെയ്യാൻ പറ്റി? 48. രണ്ടിലും പാടായിട്ട് ഏതാ ഫീൽ ചെയ്തത്? QA ആണോ റീസണിംഗ് ആണോ? റീസണിംഗ് കുറച്ച് പണിയായിരുന്നു. റീസണിംഗ് കമ്പാരിറ്റീവ്ലി പണിയായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലർക്ക് നന്നായിട്ട് എഴുതാ. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നോ? നന്നായിട്ട് എഴുതാൻ പറ്റിയോ? QA ആയിരുന്നോ റീസണിംഗ് ആയിരുന്നോ കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ട് തോന്നിയത്? റീസണിംഗ് ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു. റീസണിംഗ് എങ്ങനെയുണ്ടായിരുന്നു? 40 എത്ര ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റി? 20. അപ്പൊ QAയോ? QA ആയിരുന്നു റീസണിംഗ് ആയിരുന്നു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? റീസണിംഗ് ആയിരുന്നു. ഏത് സെക്ഷൻ ആ റീസണിംഗ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേ? പൊസിഷന്റെ. ഓക്കെ, അപ്പൊ ക്ലർക്ക് നന്നായിട്ട് എഴുതാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. QA റീസണിംഗ് കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റിയത് ഏതാ? റീസണിംഗ് എളുപ്പമായിരുന്നു, പക്ഷേ ടെൻഷൻ കാരണം. റീസണിംഗ് നന്നായിട്ട് എഴുതാൻ പറ്റിയോ അതോ QA ആണോ? ഏതാ രണ്ടിലും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തേ? റീസണിംഗ് ടൈം കുറച്ച് കുറവായിരുന്നു. QA നന്നായിട്ട് എഴുതാൻ പറ്റി. എത്ര എണ്ണം എഴുതാൻ പറ്റി 40? 23. QA 20 മിനിറ്റ്സിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി? 24. ഓക്കെ, അപ്പൊ ക്ലർക്ക് നന്നായിട്ട് എഴുതാം. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. QA നന്നായിട്ട് എഴുതാൻ പറ്റിയോ? ഈ 20 മിനിറ്റ്സ് കുറവാണോ അതോ കുറച്ചും കൂടെ സമയം വേണോ എന്ന് തോന്നിയോ? ഇല്ല, കുഴപ്പമില്ലായിരുന്നു. രണ്ടും കൂടെ എത്ര അറ്റംപ്റ്റ് എഴുതാൻ പറ്റി? 56. കുഴപ്പമില്ല, മോഡറേറ്റ് ലെവലായിരുന്നു. QA ആണോ റീസണിംഗ് ആണോ കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ട് തോന്നിയത്? എനിക്ക് റീസണിംഗ് ആയിരുന്നു. റീസണിംഗ് ആണ്. റീസണിംഗ് എത്ര എണ്ണം എഴുതാൻ പറ്റി 40? 25. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാന് സിലബസ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു, പഠിച്ച് ജസ്റ്റ് അറ്റൻഡ് ചെയ്തു. എക്സ്പീരിയൻസ് നല്ലായിരുന്നു. ഇപ്പൊ ഈ ഉള്ള എക്സ്പീരിയൻസിൽ QA ആണോ റീസണിംഗ് ആണോ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? റീസണിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ചെയ്യാൻ അങ്ങനെ സ്പീഡ് കുറച്ച് കുറവായിരുന്നു. QAയോ? 20 മിനിറ്റ്സിൽ അത് കുറച്ച് പ്രശ്നം തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ടൈം കുറച്ച് പ്രശ്നമായിരുന്നു. ഏതിന് QAക്കാണോ റീസണിംഗിനാണോ? റീസണിംഗിനാണോ ബുദ്ധിമുട്ട് തോന്നിയേ? ഓക്കെ. പസിൽസ് ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ പസിൽസും അതോ 1-2 രണ്ടെണ്ണൊക്കെ തോന്നിയിട്ടുണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. അടുത്തതിന് ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. QA എങ്ങനെ ഉണ്ടായിരുന്നു? 20 മിനിറ്റ്സ് മതിയായിരുന്നോ അത്രയും ക്വസ്റ്റ്യൻ ചെയ്യാൻ? ആദ്യത്തിനേക്കാളും കുറവേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആദ്യ സെക്ഷനിൽ ഇല്ലായിരുന്നല്ലോ. അതിനേക്കാളും കുറവേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. റീസണിങ്ങോ ഒരു 5 മിനിറ്റ് കൂടുതൽ കിട്ടിയപ്പം നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? അതോ നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ചില പസിൽസ് ഒക്കെ ഒന്ന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ക്ലർക്ക് നന്നായിട്ട് എഴുതാം. ഓൾ ദി ബെസ്റ്റ്. റീസണിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? റീസണിംഗ് എളുപ്പമായിരുന്നു. സമയം കിട്ടിയില്ല. QAയിൽ ഏത് സെക്ഷനിലാണ് കൂടുതൽ ടൈം പോയത്? DA. ഓക്കെ. ഏത് ടൈപ്പ് DA ആയിരുന്നു? മിക്സഡ് ആയിരുന്നോ അതോ? മിക്സഡ് ആയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.